പ്രിയ സുഹൃത്തുക്കളെ, ഒരു അത്ഭുത വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണൂ, കേൾക്കൂ. അദ്ദേഹം രാമകൃഷ്ണന്റെ ചേട്ടനാണെന്ന് അറിയപ്പെടാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം അത്രയും നൃത്തം ചുവടുകൾ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും കഷ്ടപ്പെട്ട് എത്രയോ നേരം നൃത്തം ചവിട്ടിയിട്ടാണ് ഇപ്പൊ ഗിന്നസ് ബുക്കിലേക്കും അതിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല ഒരു കാലം വരും, പേടിക്കേണ്ട. ഞാനില്ലെങ്കിൽ പോലും എനിക്കൊരു നല്ല കാലം വരും. ദൈവം കൂടെ ഉണ്ടാവും. ഓക്കെ, ചേട്ടൻ ഉണ്ടായിട്ട് ചേട്ടന് ഇരുന്ന് കാണണം ഞങ്ങളുടെ വളർച്ച. അതിനായിട്ട് ദൈവം ദീർഘായുസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. സുഹൃത്തുക്കളെ, കലാഭവമണിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. കലാഭവമണിയും ആറവിലി രാമകൃഷ്ണനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൈരളി എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം വന്ന് ആറവിലി രാമകൃഷ്ണൻ ഒരു ഡാൻസ് കളിക്കുന്നു. ആ ഡാൻസ് കളിക്കുന്ന ലൈവായിട്ട് കലാഭവമണി ചേട്ടൻ കണ്ടിരിക്കുന്നു. സ്വന്തം അനിയന്റെ ഡാൻസ്. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ്. ഏട്ടൻ വളർന്ന് സിനിമാ നടനും വലിയ പാട്ടുകാരനൊക്കെ ആയപ്പോൾ അനിയനെ മറന്നില്ല. അനിയന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകി എന്നുള്ളതാണ്. അങ്ങനെ സഹായം നൽകിയതിൻ്റെ ഒപ്പം അവനെ ഏറ്റവും നല്ലൊരു ഡാൻസറാക്കി. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ അറിഞ്ഞായിരുന്നു, ഈ ആറവിലി രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകളെ അതിഭീകരമായി ആക്ഷേപിച്ച ഒരു താടകയുണ്ടായിരുന്നു, ഒരു ഡാൻസുകാരി. നമ്മുടെ കലാമണ്ഡലത്തിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടായിരുന്നു അവർ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിരുന്നത്. വെളുത്ത നിറമുള്ള കുട്ടികൾ മാത്രമാണ് ഡാൻസ് കളിക്കാൻ പാടുകയുള്ളൂ, സൗന്ദര്യമെന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ മാത്രമേ ഡാൻസ് കളിക്കാൻ പാടുകയുള്ളൂ എന്നൊക്കെ ഭയങ്കര ശാഠ്യമുള്ള ഒരു താടകയായിരുന്നു അവർ. ഒരു സംശയമില്ല, അവർ അത്തരം പേരുകളില്ലാതെ അതിന് അപ്പുറത്തേക്ക് വേറെ പേരാരും വിളിക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള, അതിനശൂലമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ എന്ന് അവരുടെ വാക്കിൽ നമുക്ക് മനസ്സിലായി. എന്തായാലും അവര് അത്തരത്തിലുള്ള കുട്ടികളെ മാത്രമേ അംഗീകരിച്ചു എന്നുള്ളൂ. അവരുടെ ഒരുപാട്, സത്യഭാമ എന്നാണ് അവരുടെ പേര്, അവരുടെ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ ആറവിലി രാമകൃഷ്ണൻ. ഞാനിവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആറവിലി രാമകൃഷ്ണൻ അന്ന് കൈരളി ഡാൻസ് കളിച്ചതിന് ശേഷം ഇദ്ദേഹവുമായി സംസാരിക്കുന്നു, കലാമണി ചേട്ടനുമായി സംസാരിക്കുന്നു. അതിനിടയ്ക്ക് കലാമണി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നീ ഒരു വലിയ ഡാൻസറാവും, കേരളം മുഴുവൻ അംഗീകരിക്കുന്ന, ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു വലിയ ഡാൻസിന്റെ ഒരു ഏറ്റവും വലിയ ഉത്തുംഗ ശൃംഗത്തേക്ക് നീയൊക്കെ എത്തും. അത് ഞാൻ ഇല്ലെങ്കിലും, നിന്റെ ഏട്ടനായിട്ടുള്ള ഞാൻ ഈ ജീവനോടെ ഇവിടെ ഇല്ലെങ്കിലും നീ അത് എത്തുമെന്നുള്ളൊരു അനുഗ്രഹമാണെന്ന് കൊടുക്കുന്നത്. കലാമണി ചേട്ടൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്നുള്ളതാണ്. എത്ര പെട്ടെന്നാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. നോക്കൂ, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് മരണശേഷം ഒരു വലിയ പൊസിഷനിലേക്ക് ആറവിലി രാമകൃഷ്ണൻ എത്തിയിരിക്കുന്നു. കലാമണ്ഡലത്തിലേക്ക് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അവിടേക്ക് ഒരു അധ്യാപകനായിട്ട് ഇദ്ദേഹം അരങ്ങേറിയിരിക്കുന്നു. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എങ്ങാണ്ടാണ് ആറവിലി രാമകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. നോക്കൂ, കലാമണി ചേട്ടൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ന് കലാമണി ചേട്ടൻ ഇല്ല. എന്റെ മരണശേഷമെങ്കിലും മോനെ നീ എത്തുമെന്ന് അനിയനെ അഭിനന്ദിച്ച, അനിയന് അനുഗ്രഹം കൊടുത്ത ആ കലാമണി ചേട്ടൻ അന്ന് പറഞ്ഞത് ശരിയായി പോയല്ലോ, അന്ന് ആ പറഞ്ഞ വാക്കുകളൊക്കെ അറം പറ്റിപ്പോയല്ലോ എന്ന് ഇന്ന് എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നിപ്പോയി. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിയുന്നു. സത്യഭാമ അടക്കമുള്ള ജാതി ചെയ്യുന്ന ആളുകളോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഏട്ടൻ തന്നെ പഠിപ്പിച്ച, പണം തന്ന് തന്നെ പഠിക്കാൻ അയച്ച ആ ഒരു കല വിട്ടുപിരിയാതെ, അത് ഒഴിവാക്കാതെ അതിന് പിന്നാലെ തന്നെ ഒത്തുകൂടുന്നു ആറവിലി എന്ന് പറയുന്ന ഈ രാമകൃഷ്ണൻ അതിന്റെ പിന്നാലെ ഒത്തുകൂടുന്നു. അവസാനം അദ്ദേഹം ആഗ്രഹിച്ച പോലെ, ഒരുപക്ഷെ കലാമണി ചേട്ടൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ് ശരിയായില്ലടാ മോനെ എന്ന് അനിയനോട്, കണ്ണനെന്നോ കുഞ്ഞനെന്നോ എന്ന് വിളിക്കുക, മോനെ കണ്ണാ കുഞ്ഞ, ഞാൻ അന്ന് ആ കൈരളി TV വെച്ച് പറഞ്ഞത് ശരിയായില്ല മോനെ എന്ന് ഒരുപക്ഷെ ഇന്ന് ചോദിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് നമ്മൾക്ക് അന്തം വിട്ട് നോക്കുന്ന ഒരുപാട് വേഷങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ അങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും കലാഭവമണി എന്ന് പറയുന്ന ആ ഒരു ഗംഭീര നടൻ. ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, ഈ പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെ വേഷങ്ങളായിരിക്കും കലാഭവമണി ചേട്ടൻ ചെയ്യുന്നുണ്ടായിരിക്കുക, എന്തൊക്കെ വേഷങ്ങളായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി പുത്തനായിട്ടുള്ള നമ്മുടെ സംവിധായകർ എന്തൊക്കെ വേഷങ്ങളായിരിക്കും മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കുക. തകർത്ത് മുന്നേറുന്ന ഒരു നടനായിട്ട് കലാഭവമണി ചേട്ടൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മുമ്പിലും ഉണ്ടായേനെ. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞത് അറം പറ്റിയിട്ടാണോ അല്ലെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ച് നടന്നു എന്ന് ഒരു പക്ഷേ കലാഭവമണി ചേട്ടന് നമ്മളൊക്കെ എല്ലാവരും പറയുന്ന സ്വർഗത്തിൽ നിന്നിട്ട് അദ്ദേഹത്തിന് ആശ്വസിക്കാം.
കാരണം അദ്ദേഹം ആഗ്രഹിച്ചത് തന്റെ മരണശേഷമാണെങ്കിലും തൻ്റെ അനിയൻ ഒരു വലിയ നിലയിലെത്തണമെന്നാണ്. അദ്ദേഹം എത്തിയെന്നേ, അദ്ദേഹം എത്തി. ഏട്ടൻ ആഗ്രഹിച്ച പോലെ ഞാൻ എത്തിയിരിക്കുന്ന അനിയനും പറയാൻ കഴിഞ്ഞ രീതിയിൽ അദ്ദേഹം മാറിയിരിക്കുന്നു. ഇത് കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളോട് പറയണല്ലോ എന്ന് തോന്നിപ്പോയതിന്റെ ഭാഗമായിട്ട് മാത്രം വന്നു പോയതാണ്. എന്തൊക്കെ എവിടൊക്കെയോ ചില കോയിൻസിഡൻസ് സംഭവിച്ചതുപോലെ. അറിയില്ല, ഇതൊരു ഗംഭീര നടനായിരുന്നു അല്ലേ? പക്ഷെ പലരും അംഗീകരിച്ചില്ല. അതങ്ങനെയാണ്. സത്യഭാമയെപ്പോലുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉള്ളിൽ ആ സംഗതി വെച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ബൈ.